and this is Sims Education Center Malappuram. So we will continue with the paper Social History of England. We will continue with the Unit 2, the Civil War and the Cromwellian Revolution. We will begin with the topic, the Civil War and the Cromwellian Revolution. So the Civil War was the culmination of the Cold War, and that was going on between the king and the parliament for nearly 4 decades. Starting from 1603, the year in which the stout King James II ascended the throne of England. The issue at hand was who should be more powerful, the king or the parliament, and the civil war entered in favor of the parliament. After the civil war, no king was able to rule against the will of the people represented by the parliament. So, ഈ ഒരു സിവിൽ വാറിൻ്റെ അവസാനം എന്ന് പറയുന്നത് മീൻസ് കോൾഡ് വാറിൻ്റെ സിവിൽ വാർ വാസ് കൾമിനേഷൻ ഓഫ് ദ കോൾഡ് വാർ. അപ്പോൾ സിവിൽ വാറാണ് കോൾഡ് വാറിൻ്റെ അവസാനത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പം അത് നടന്നുകൊണ്ടിരുന്നത് കിങ്ങും പാർലമെൻറ്റും തമ്മിലായിരുന്നു. അത് 4 ഡെക്കേഡ്സോളം നീണ്ടു നിന്നു. 1603 തുടങ്ങി 4 ഡെക്കേഡോളം നീണ്ടു നിന്നു. അപ്പോൾ ആ വർഷം സ്റ്റുവർട്ട് കിങ് ജെയിംസ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ ഭരിച്ചിരുന്നത്. The issue at hand was who should be more powerful, the king or the parliament, and the civil war ended in favor of the parliament. അപ്പോൾ ആ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ രാജാവാണോ പാർലമെൻ്റ് ആണോ മീൻസ് കൂടുതൽ പവർഫുൾ എന്നുള്ളതായിരുന്നു. അപ്പം പിന്നീട് സിവിൽ വാർ അവസാനിച്ചത് പാർലമെൻറ്റാണ് കിങ്ങിനേക്കാളും പവർഫുൾ എന്ന രീതിയിലാണ്. അപ്പം സിവിൽ വാറിന് ശേഷം പാർലമെൻറ്റിനെ എതിർത്ത് ഒരു രാജാവിന് പോലും ഭരിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. There was frequent feud between James I and the parliament, and the king followed a policy of compromise and managed without any open war. Matter became worse when his son Charles I came to rule in 1625. He was stubborn, and this led to conflict between him and parliament. Charles I dissolved his first parliament and levied taxes by his own authority. അപ്പോൾ ഈ ജെയിംസ് ഒന്നാമനും പാർലമെൻറ്റും തമ്മിൽ ഒരു ഫൈറ്റ് മീൻസ് ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു. പക്ഷേ കിങ് ഒരു തുറന്ന യുദ്ധത്തിന് നിൽക്കാതെ ഒരു കോംപ്രമൈസിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. പിന്നീട് അത് വളരെ മോശം സ്ഥിതിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ചാൾസ് ഒന്നാമൻ 1625 ഭരിക്കാൻ തുടങ്ങിയ സമയത്താണ്. അയാൾ മീൻസ് ചാൾസ് ഒന്നാമൻ ഒരു വളരെ വാശിക്കാരൻ ആയിരുന്നു. അപ്പം പാർലമെൻറ്റുമായിട്ട് അദ്ദേഹത്തിന് കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചാൾസ് ഒന്നാമന് ആദ്യത്തെ പാർലമെൻറ്റിനെ പിരിച്ചുവിട്ടു, വലിയ ടാക്സൊക്കെ ഈടാക്കി. He formed a second parliament and once again dissolved it and put all the leaders in prison. പിന്നെ രണ്ടാമത് പാർലമെൻറ്റ് തുടങ്ങി. പിന്നെ അതും ഒഴിവാക്കി, അതും പിരിച്ചുവിട്ടു. എന്നിട്ട് അതിൻ്റെ ലീഡേഴ്സിനെയൊക്കെ ജയിലിലടച്ചു. He called third parliament and it drew up petition of rights. This charter did not allow him to raise money with the consent of the parliament. പിന്നീട് മൂന്നാമത് പാർലമെൻറ്റ് വിളിച്ചു കൂട്ടി. പിന്നെ ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ വെച്ചാൽ പാർലമെൻറ്റിൻ്റെ സമ്മതത്തോടു കൂടിയല്ലാതെ ഇതിൽ നിന്ന് പണം എടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഈ ഒരു ചാർട്ടറിൽ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു. ഹി ഡിക്ലെയർഡ് മാർഷ്യൽ ലോ ഓൺ പീപ്പിൾ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ജനങ്ങളുടെ മേൽ പട്ടാള നിയമം ഏർപ്പെടുത്തി എന്നാണ് പറയണത്. As he was in need of money, he signed the charter, but within few weeks he did not abide the provisions of the charter. അപ്പോൾ ആ ഒരു ചാർട്ടറിൽ, ആ ഒരു അധികാരപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പാലിക്കാൻ തയ്യാറായിരുന്നില്ല. ആവശ്യം വരുമ്പോൾ ഓക്കെ പറയും, എന്നിട്ട് പൈസയൊക്കെ കിട്ടിക്കഴിയുമ്പം അദ്ദേഹം ആ റൂൾസ് ഒന്നും പാലിക്കാതെ മീൻസ് അധികാരപത്രത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഹി വാസ് ക്രിട്ടിസൈസ്ഡ് സിവിയർലി ആൻഡ് ഹി വൺസ് അഗെയിൻ ഡിസോൾവ് ദ പാർലമെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പിന്നെയും പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. From 1629 to 1640 he ruled without parliament. അപ്പോൾ 1629 തൊട്ട് 1640 കാലഘട്ടം വരെ പാർലമെൻറ്റ് ഇല്ലാതെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്.
During his rule, he trusted only his close friends like Thomas Wenworth and Archbishop Laud. അപ്പോൾ അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ തോമസ് വെൻവർക്കിനെയും അതുപോലെ ആർച്ച് ബിഷപ്പ് ലോർഡിനെയും മാത്രമായിരുന്നു. The king decided to collect chip money, including interior places. People were against tax, and John Hampden, a rich businessman, championed their cause. അപ്പം എന്താണ് ഇങ്ങനെ ഷിപ്പ് മണിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതേപോലെ തന്നെ ജനങ്ങൾ എന്താണ് ടാക്സിന് എതിരായിരുന്നു. The matter was taken to court and verdict came in favor of the king, which irritated the people. അപ്പോൾ ഈ അതിൽ ഇത് ആളുകൾ ടാക്സിനെതിരായിരുന്നു. അപ്പോൾ ജോൺ ഹാംഡൻ എന്നുള്ള റിച്ച് ബിസിനസ്മാനാണ് ഇതിൽ ചാമ്പ്യൻ ആയത്. അപ്പോൾ പിന്നീട് അത് കോർട്ടിലേക്ക് വന്നു. പക്ഷേ കോർട്ടിൽ നിന്ന് വന്ന വിധി എന്തായിരുന്നു വെച്ചാൽ രാജാവിനോട് അനുകൂലിക്കുന്ന രീതിയിലുള്ളൊരു വിധിയാണ് വന്നത്. ഇത് ജനങ്ങളെയൊക്കെ ഇറിറ്റേറ്റഡ് ആക്കി. When trouble was emerging in England, Charles got funny idea. Trouble was emerging in England. Charles got funny idea. Presbyterianism was deep-rooted religion in Scotland, but Charles and Laud wanted to impose Anglican rituals on Scottish church, created riots. English people sympathized with their religious feeling. Charles made peace with Scotland and Presbyterianism became national religion of Scotland. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക ഒരുപാട് ട്രബിൾസൊക്കെ ഇംഗ്ലണ്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചാൾസിനൊരു ഫണ്ണി ഐഡിയ തോന്നി. പ്രസ്ബെറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ a form of Protestant church government in which churches administrated locally by the minister with a group of elected elders of equal rank and regionally and nationally by representative courts of ministers and elders. അപ്പോൾ സ്കോട്ട്ലാൻഡിലുള്ള ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള റിലീജിയൻ ആയിരുന്നു പ്രസ്ബൈറ്റേറിയനിസം. അപ്പോൾ ചാൾസും ലോർഡിനും എന്താണ് ഈ ആംഗ്ലിക്കൻ റിച്വൽസ് ഉള്ള സ്കോട്ടിഷ് പീപ്പിളുടെ മേൽ ഈ ഒരു ഇത് ഇമ്പോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് ഒരുപാട് കലാപത്തിനൊക്കെ ഇടയാക്കി. അപ്പം ചാൾസ് മെയ്ഡ് പീസ് വിത്ത് സ്കോട്ട്ലാൻഡ്. പിന്നീട് ചാൾസ് സ്കോട്ട്ലാൻഡുമായിട്ട് സമാധാനപരമായിട്ടുള്ളൊരിത് വന്നു. പിന്നെ സ്കോട്ട്ലാൻഡിലെ ഒരു നാഷണൽ റിലീജിയനായിട്ട് പ്രസ്ബെറ്റേറിയനിസം മാറി. Charles invited Parliament in 1640 to solve his problem. People called it the Long Parliament, and the Long Parliament was dominated by Puritans. The whole nation divided into two groups. One supported the king and two others supported the Parliament. The supporters of king known as Royalists or Cavaliers, and the supporters of the Parliament as Roundheads. Cavaliers were clergy people who liked splendor of dress and pleasure-seeking Roman Catholics. Roundheads were freeholders, merchants, shopkeepers of the towns, Protestant and majority of the House of Commons. അപ്പോൾ 1640 ചാൾസ് പാർലമെൻറ്റ് പിന്നെയും ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ അതിനെ ലോങ് പാർലമെൻറ്റ് എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലോങ് പാർലമെൻറ്റ് ഡോമിനേറ്റ് ചെയ്തിരുന്നത് പ്യൂരിറ്റൻസ് ആയിരുന്നു. അപ്പോൾ മൊത്തം നേഷൻ തന്നെ 2 പാർട്ടായിട്ട് തിരിച്ചു. ഒന്ന് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഒന്ന് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 ഗ്രൂപ്പുകളായിട്ട് മാറി. അതിൽ കിങ്ങിന് സപ്പോർട്ടേഴ്സിനെ റോയലിസ്റ്റ് അല്ലെങ്കിൽ കാവലിയേഴ്സ് എന്നുമാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ സപ്പോർട്ടേഴ്സിനെ റൗണ്ട് ഹെഡ്സ് എന്നുമാണ് പറഞ്ഞത്. കാവലിയേഴ്സ് എന്ന് പറയുന്നത് ക്ലർജി പീപ്പിളായിരുന്നു. അവർ ക്ലർജി പീപ്പിളായിരുന്നു. അതേപോലെ തന്നെ റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത് മെർച്ചൻസ്, അതുപോലെ ഷോപ്പ് കീപ്പേഴ്സ്, ടൗണിലുള്ള ഷോപ്പ് കീപ്പേഴ്സ്, പ്രൊട്ടസ്റ്റൻസ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള മെജോറിറ്റി ഓഫ് ഹൗസ് ഓഫ് കോമൺ പീപ്പിളായിരുന്നു. By 1642, both groups prepared for war, and the encounter between them took place at Edge Hill. The Parliament army fared badly, and Oliver Cromwell, who fought in it, was disgusted with its performance. In 1642, Charles entered Oxford, and in 1643, he planned a triple attack on London from east, north, and south with the help of his friends. The Roundheads, under the leadership of Pym, made an agreement with Scots, and their army defeated Royalists or Cavaliers. അപ്പോൾ 1642 2 ഗ്രൂപ്പും യുദ്ധത്തിനായിട്ട് തയ്യാറായി. ആരൊക്കെയാണ്? റൗണ്ട് ഹെഡ്സും അതുപോലെ തന്നെ കാവലിയേഴ്സ് അല്ലെങ്കിൽ റോയലിസ്റ്റുകൾ. ദ എൻകൗണ്ടർ ബിറ്റ്വീൻ ദം അപ്പോൾ അവർ തമ്മിലുള്ള എൻകൗണ്ടർ നടന്നത് എഡ്ജ് ഹില്ലിലായിരുന്നു. അപ്പോൾ പാർലമെൻറ്റ് ആർമി വളരെ മോശമായ രീതിയിലായിരുന്നു വന്നത്.
അതുപോലെ തന്നെ 1642 ചാൾസ് ഓക്സ്ഫോർഡിൽ എൻ്റർ ചെയ്തു. മീൻസ് 1643 ചാൾസ് ഓക്സ്ഫോർഡിലേക്ക് എൻ്റർ ചെയ്തു. അദ്ദേഹം ലണ്ടനിനെതിരെ ഒരു ട്രിപ്പിൾ അറ്റാക്കിന് പ്ലാൻ ചെയ്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ്റ്റ് ഭാഗത്തു നിന്നും നോർത്ത് സൈഡിൽ നിന്നും സൗത്ത് സൈഡിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ. അപ്പോൾ റൗണ്ട് ഹെഡ്സ് പിമ്മിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു. പിമ്മായിരുന്നു ലീഡർ. അവർ സ്കോട്ട്സുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലെത്തി. അങ്ങനെ ആ ആർമി റോയലിസ്റ്റിനെ ഡിഫീറ്റ് ചെയ്തു, തോൽപ്പിച്ചു. Meanwhile, Cromwell reorganized the parliamentary army with care. The few army consisted of 20,000 with Fairfax as their chief, called as a new model army formed, and Cromwell appointed himself as a lieutenant general of the cavalry. അപ്പോൾ പിന്നീട് ക്രോംവെൽ പാർലമെൻ്ററി ആർമീനെ റീഓർഗനൈസ് ചെയ്തു. എന്നിട്ട് ഇവർ കുറച്ച് ആർമി ഉണ്ടായിരുന്നു, 20,000 പേര് ഉണ്ടായിരുന്നു. അതിൽ ചീഫ് എന്ന് പറയുന്നത് ഫെയർഫാക്സ് ആയിരുന്നു. അപ്പോൾ അതിനൊരു ന്യൂ മോഡൽ ആർമി എന്നാണ് വിളിച്ചിരുന്നത്. ക്രോംവെൽ അദ്ദേഹത്തിനെ തന്നെ സ്വയം ലെഫ്റ്റനൻറ്റ് ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. 1645 the new model army defeated the king. In 1646 the king fled in disguise from Oxford and rode to Newark where he surrendered to the Scottish army. അപ്പോൾ ഈ ന്യൂ മോഡൽ ആർമി 1645 കിങ്ങിനെ തോൽപ്പിച്ചു. 1646 രാജാവ് അവിടുന്ന് പോയി. പിന്നീട് സ്കോട്ടിഷ് ആർമീൻ്റെ മുമ്പിൽ പിന്നീട് 1646 കിങ് ഓക്സ്ഫോർഡിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം സ്കോട്ടിഷ് ആർമിയുടെ മുമ്പിൽ കീഴടങ്ങി. ദേ ഹാൻഡഡ് ഓവർ ഹിം ടു പാർലമെൻ്ററി ആർമി. ആ സ്കോട്ടിഷ് ആർമി പാർലമെൻ്ററി ആർമിക്കാർക്ക് രാജാവിനെ ഹാൻഡ് ഓവർ ചെയ്തു. To ensure an absolute majority in Parliament, Cromwell behaved in a very high-handed manner. In 1648, Colonel Thomas Pride was asked to stand at the entrance of the House of Commons and turn away the Presbyterian members who came to enter the hall. അപ്പോൾ രാജാവ് അതുപോലെ തന്നെ ഈ അബ്സല്യൂട്ട് മെജോറിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഹാൻഡഡ് മാനറിലായിരുന്നു കോമൺവെൽത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. In 1648, Colonel Thomas Pride was asked to stand at the entrance of the House of Commons and turn away the Presbyterian members who came to enter the hall. പിന്നീട് 1648 കേണൽ തോമസ് പ്രൈഡിനെയാണ് എൻട്രൻസിൽ നിൽക്കാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ ഹൗസ് ഓഫ് കോമൺ പ്രസ്ബിറ്റേറിയൻ മെമ്പേഴ്സിനെ പിന്തിരിപ്പിച്ചു. അതുപോലെ തന്നെ 130 members were turned away in this manner and this event was known as Pride's Purge and remaining members of parliament as term. അപ്പോൾ 130 പേര് ഇങ്ങനെ പിന്തിരിഞ്ഞു പോയി. അപ്പം ഇതിന് ആണ് പ്രൈഡ് പേർജ് എന്നാണ് പറഞ്ഞിരുന്നത്. മീൻസ് ഇൻ ദിസ് മാനേഴ്സ് ആൻഡ് ദിസ് ഇവൻറ്റ്, ഈ ഇവൻറ്റിനെ പ്രൈഡ് പേർജ് എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ആ പാർലമെൻറ്റിലുണ്ടായിരുന്ന മെമ്പേഴ്സിനെ റംപ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇൻ 1649 ദ റംപ് സെറ്റപ്പ് ഹൈക്കോർട്ട് ഓഫ് ജസ്റ്റിസ് ടു ട്രൈ കിങ് ഫോർ ട്രീസൺ. ദ ഡെത്ത് സെൻറ്റൻസ് വാസ് റീഡ് ഔട്ട് ആൻഡ് ഹി വാസ് ബിഹെഡഡ് ഇൻ ജാനുവരി 1649. അപ്പോൾ 1649 റംപ് ഹൈക്കോർട്ടിൽ ജസ്റ്റിസിന് വേണ്ടി, മീൻസ് രാജാവിനെതിരെ രാജദ്രോഹ കുറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെത്ത് സെൻറ്റൻസ് എന്താണെന്ന് വെച്ചാൽ രാജാവിനെ കഴുത്തറുത്ത് കൊല്ലാനാണ് പറഞ്ഞത്. ജനുവരി 1649 അദ്ദേഹത്തിനെ അങ്ങനെ കൊന്നു. With the defeat and the death of the king, the Cavaliers lost their power and prominence. The path was prepared for parliamentary democracy in England, and the period of years of struggle between the king and the parliament was a period of Puritan predominance, and it had its imprint on English society and particularly spirit of independence. The Civil War marked the beginning of party system. അപ്പോൾ രാജാവിനെ തോൽപ്പിച്ച് രാജാവിനെ കൊന്നതിന് ശേഷം കാവലിയേഴ്സിന് അവരുടെ പദവി ശക്തി നഷ്ടപ്പെട്ടു.
അപ്പോൾ ഇത് എന്താണ് പാർലമെൻ്ററി ഡെമോക്രസി ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു രാജാവിൻ്റെയും പാർലമെൻറ്റിൻ്റെയും ഇടയ്ക്കുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത് പ്യൂരിറ്റൻസിൻ്റെ പ്രീഡോമിനൻസിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ സിവിൽ വാറാണ് എന്താണ് പാർട്ടി സിസ്റ്റത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇനി ദ റെസ്റ്റോറേഷൻ ഇംഗ്ലണ്ട്. ദ പീരിയഡ് ബിറ്റ്വീൻ 1660 and 1688 was known as Restoration England. All the institutions and practices which were suppressed during the Puritan rule were restored after Charles II brought back to England as its king. Political monarchy, parliament and law were brought back to their former status. In religion, the rule of bishops and the prayer book was reinstated. As far as social life was concerned, the nobles and the gentry once again became acknowledged leaders of professional and national life. അപ്പോൾ റെസ്റ്റോറേഷൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പീരീഡ് ബിറ്റ്വീൻ 1660 to 1688 ആണ്. അപ്പോൾ ഈ പ്യൂരിറ്റൻ റൂളിൻ്റെ സമയത്ത് സപ്രസ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ചാൾസ് രണ്ടാമൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്ന് രാജാവായിട്ട് അധികാരമേറ്റപ്പോൾ അതൊക്കെ മാറി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഒരു രാജവാഴ്ച എന്താണ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ലോയും ഒക്കെ എന്താണ് പഴയ സ്റ്റാറ്റസിലേക്ക് തിരിച്ചു വന്നു. റിലീജിയൻ്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ബിഷപ്പിനെയും പ്രയർ ബുക്കിനെയൊക്കെ പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ നല്ല ഈ അവരെ ഇങ്ങനെയുള്ള ലീഡേഴ്സിനെയൊക്കെ എന്താണ് അംഗീകരിച്ചു എന്താണ് ഈ ഒരു ചാൾസ് രണ്ടാമൻ്റെ വരവോടുകൂടി. During the Restoration, Anglicanism became the acknowledged religion of upper class people. There were cases of cold war between the parson and the squire. The non-conformists suffered religious persecution under the Clarendon Code. The Roman Catholics were shut out from all participation in local and national government. അപ്പോൾ ഈ റെസ്റ്റോറേഷൻ്റെ സമയത്താണ് ആംഗ്ലിക്കനിസം അപ്പർ ക്ലാസ് പീപ്പിളുടെ ഒരു റിലീജിയനായിട്ട് മാറിയത്. അപ്പം പാഴ്സൻ്റെയും സ്ക്വയറിൻ്റെ ഇടയിൽ കോൾഡ് വാറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാരൻ കോഡിൻ്റെ മൂലം അണ്ടറിൽ നോൺ കൺഫോമിസ്റ്റൊക്കെ ഒരു റിലീജിയസ് പെർസിക്യൂഷൻ സഫർ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ലോക്കൽ നാഷണൽ ഗവൺമെൻറ്റിലെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് റോമൻ കാത്തോലിക്സ് നിർത്തലാക്കി. The formation of political parties took place during this period, and the upper class divided into Whigs and Tories, and Tories were supporters of the king, and the Whigs, like Roundhead, stood for the rights of the parliament. Experimental science was spreading fast. For the first time, science was used to develop agriculture, industry, navigation and medicine, and the Royal Society was founded in 1662 under the patronage of king and his cousin Prince Rupert, a scientist. With the spread of scientific temper, most of the superstitions lost grip on the people. They started to realize that plagues, fires and floods were not divine punishment of sin. The new scientific spirit undermined the character of religious faith to some extent. അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ ഫോർമേഷനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ചാൾസ് രണ്ടാമൻ്റെ കാലത്തിലാണ് വന്നത്. അപ്പോൾ അപ്പർ ക്ലാസ്സിലുള്ള പീപ്പിൾസിനെ വിഗ്സ് എന്നും പറയും, മറ്റുള്ളവർ ടോറീസ് എന്ന് പറയുന്നത് എന്താണ് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവരും, വിഗ്സ് എന്ന് പറയുന്നത് റൗണ്ട് ഹെഡിലുള്ളവർ പാർലമെൻറ്റിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ. പിന്നെ എക്സ്പെരിമെൻ്റൽ സയൻസൊക്കെ ആ സമയത്താണ് കൂടുതലായിട്ട് സ്പ്രെഡായത്. പിന്നെ ആദ്യമായിട്ട് സയൻസ് അഗ്രികൾച്ചറിൻ്റെയും ഇൻഡസ്ട്രിയൽ നാവിഗേഷൻ മെഡിസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ റോയൽ സൊസൈറ്റി ഫൗണ്ട് ചെയ്തു 1662 കിങ്ങിൻ്റെ അണ്ടറിലായിരുന്നു അത്. ഹിസ് കസിൻ പ്രിൻസ് റൂപ്പർട്ട് എ സയൻറ്റിസ്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള പ്രിൻസ് റൂപ്പർട്ട് കൂടെയാണ് ഈ ഒരു സൊസൈറ്റി മീൻസ് റോയൽ സൊസൈറ്റി 1662 കണ്ടുപിടിച്ചത്. With the spread of scientific temper, most of superstitions lost grip on the people. അപ്പോൾ എന്താണ് ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയ ബിലീഫ്സ് ഉണ്ടായിരുന്നു. എന്താണ് ഈ പ്ലേഗ്, കാട്ടുതീ, അതുപോലെ തന്നെ ഫ്ലഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ്, നമ്മൾ ചെയ്ത പാപത്തിനുള്ള ദൈവം തരുന്ന പണിഷ്മെൻ്റ് ആണെന്നുള്ളൊരു വിശ്വാസമല്ലേ. അത് സയൻസിൻ്റെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് മൂലം അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ആളുകളിൽ ഇല്ലാതെയായി. അതുപോലെ തന്നെ ഒരു പുതിയ സയൻറ്റിഫിക് സ്പിരിറ്റും ഒക്കെ ആളുകൾക്കിടയിൽ
വന്നു. Theatres started functioning with certain changes. Playhouse was roofed, the stage was lighted with candles, there were curtains and painted scenery. Women's parts were not taken by boys. The restoration plays are noted for vulgarity, created hostility in the minds of decent people. In this period, censorship was rigid, but private libraries were common. In 1684, a public library was established in London. അപ്പോൾ ഈ തിയേറ്റേഴ്സൊക്കെ ഈ ഒരു കാലത്ത് ഫങ്ഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ പ്ലേ ഹൗസിനൊക്കെ റൂഫൊക്കെ വെച്ചിട്ട് സ്റ്റേജൊക്കെ എന്താണ് ഇങ്ങനെ ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് ആണ് ലൈറ്റപ്പ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കർട്ടൻസും പെയിൻറ്റഡ് സീനറീസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗം സ്ത്രീകൾ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഇതാണ്, വൾഗറിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഡീസൻറ്റ് പീപ്പിളിൻ്റെ മൈൻഡിലൊക്കെ അതിന് ഒരു ഇത് ഫീൽ ചെയ്തായിരുന്നു ഇൻ ദിസ് പീരിയഡ്. പിന്നെ പ്രൈവറ്റ് ലൈബ്രറീസ് ഒക്കെ കോമൺ ആയി. പിന്നെ 1684 ഒരു പബ്ലിക് ലൈബ്രറി ലണ്ടനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. വിത്ത് ദ റെസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ഓഫ് ദ ഫോർച്യൂൺസ് ഓഫ് ദ കാംലിയ ഫാമിലീസ് ചേഞ്ച് ഫോർ ബെറ്റർ. ഡ്യൂറിംഗ് ദിസ് പീരിയഡ് പീപ്പിൾ മെയിൻറ്റെയിൻ ദെയർ ക്യാരക്ടറിസ്റ്റിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ലൈഫ്, ടേക്കിംഗ് സ്റ്റേബിൾ ഡയറ്റ് ഓഫ് ബ്രെഡ്, ബിയർ ആൻഡ് മീറ്റ്, സ്പോർട്സ് ആൻഡ് പാസ് ടൈംസ് വർ റിവൈവ്ഡ്. അപ്പോൾ എന്താ പറയണത് വെച്ചാൽ ഈ റെസ്റ്റോറേഷൻ വന്നത് മൂലം എന്താ അത് കാവലിയർ ഫാമിലീസിനൊക്കെ ഒരു ഭയങ്കര ഫോർച്യൂനേറ്റ് ആയി എന്നാണ് പറയണത്. ആ സമയത്താണ് മീൻസ് എല്ലാവരും സ്റ്റേബിളായിട്ടുള്ളൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പണ്ടത്തെക്കാളും പണ്ട് ഒഴിവാക്കിയിരുന്ന പല കാര്യങ്ങളും പുനരുജ്ജീവിക്കപ്പെട്ടു. അതുപോലെ തന്നെ നെറ്റിംഗ് ഓഫ് ബേർഡ്സ്, ഫോക്സ് ഹണ്ടിങ് ബിക്കെയിം പോപ്പുലർ, അതൊക്കെ പോപ്പുലറായി. അതുപോലെ സ്പോർട്സ് ഐറ്റംസ് ആയിട്ടുള്ള റെസ്ലിംഗ്, ബോക്സിങ്, റഫ് കിഡ് സ്പോർട്സ് കെയിം ടു ലൈംലൈറ്റ്, ഇതൊക്കെ പിന്നീട് വന്നു. Wealth was not evenly distributed. Certain parts of country were rich of the various counties and the richest were Middlesex. The 7 counties of the north were poor because of the biggest coal mines and textile mills. വെൽത്തൊക്കെ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഭാഗത്തുള്ളവർ റിച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ചില രാജ്യവിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ ദ റിച്ചസ്റ്റ് വാസ് മിഡിൽ സെക്സ് ആയിരുന്നു ഏറ്റവും റിച്ചസ്റ്റ് എന്ന് പറയുന്നത്. ഈ 7 കൗണ്ടീസിലെ നോർത്തായിരുന്നു ഏറ്റവും പുവർ. 2 ഗ്രേറ്റ് കലാമിറ്റീസ് ഓഫ് ദ റെസ്റ്റോറേഷൻ വാസ് പ്ലേഗ് ആൻഡ് ദ ഗ്രേറ്റ് ഫയർ. ഈ റെസ്റ്റോറേഷൻ പീരീഡിലുള്ള 2 കലാമിറ്റീസ് എന്ന് പറയുന്നത് പ്ലേഗും ഗ്രേറ്റ് ഫയറും ആയിരുന്നു. പ്ലേഗ് ഓഫ് 1665 ക്യാരിഡ് അവേ നിയർലി 1/5 ഓഫ് ദ ലണ്ടൻ പോപ്പുലേഷൻ ആൻഡ് ദ ഗ്രേറ്റ് ഫയർ of 1666 engulfed the churches and other buildings of the city for 5 days. അപ്പം 1665 പ്ലേഗ് എന്താണ് ലണ്ടനിലെ 1/5 ഭാഗം പോപ്പുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെയാക്കി എന്നാണ് പറയണത്. അതേപോലെ തന്നെ ഗ്രേറ്റ് ഫയർ 5 ദിവസത്തോളം ചർച്ച് ബിൽഡിങ്സിനൊക്കെ വിഴുങ്ങി എന്നാണ് പറയുന്നത്. This war blessing is discussed because reconstitution modern lives were possible after this destruction. അപ്പോൾ ഈ ഒരു ഡിസ്ട്രക്ഷന് ശേഷം എന്താ ഈ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഗ്ലോറിയസ് റെവല്യൂഷൻ. James II, the son of Charles II, was a fanatic Roman Catholic. His tyranny led to the Revolution of 1688. Like his grandfather, he believed in the divine right theory and defied the parliament. He favored Catholics and dismissed the non-Catholics from power. അപ്പോൾ ചാൾസ് രണ്ടാമൻ്റെ മകനായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ ഒരു റോമൻ കത്തോലിക് മതവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അപ്പോൾ അത് 1687 റെവല്യൂഷന് കാരണമാക്കി. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ അദ്ദേഹം ഡിവൈൻ റൈറ്റ് തിയറിയിലായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പാർലമെൻറ്റിനെ അദ്ദേഹം ധിക്കരിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം കാത്തോലിക്സിനെ സപ്പോർട്ട് ചെയ്തു. നോൺ കാത്തോലിക്സിനെ പദവി ഇല്ലാതെയാക്കി, അവരുടെ പദവിയൊക്കെ ഇല്ലാതെയാക്കി. The next measure of king was to create a Roman Catholic atmosphere in the universities. Oxford and Cambridge scholars were deprived of the fellowship and their places were filled by Roman Catholics. അപ്പോൾ എന്താ വെച്ചാൽ പിന്നീട് അദ്ദേഹം എടുത്ത തീരുമാനം എന്താണെന്ന് വെച്ചാൽ റോമൻ കാത്തലിക് അറ്റ്മോസ്ഫിയർ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടാക്കാൻ. അതിനായിട്ട് അദ്ദേഹം ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള സ്കോളേഴ്സിന് ഉള്ള ഫെലോഷിപ്സൊക്കെ നിർത്തലാക്കി. എന്നിട്ട് ഈ സ്കോളേഴ്സിൻ്റെ സ്ഥാനത്ത് എന്താണ് റോമൻ കാത്തോലിക്സിനെ അപ്പോയിൻറ്റ് ചെയ്തു. 7 ബിഷപ്സ് ഓഫ് ലണ്ടൻ ലെഡ് ബൈ ദ ആർച്ച് ബിഷപ്സ് ഓഫ് കാൻറ്റർബറി
drew up a petition to requested the king not to enforce the declaration in the church. The king arrested them. This tactless act rang the death knell of James too, as James was old and might not live long. His throne would go to his daughter Princess Mary, who was a Protestant, and she also was the wife of William of Orange, a renowned leader of Protestants. അപ്പോൾ ഈ എന്താ ലണ്ടനിലെ 7 ബിഷപ്സും എന്താണ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തു. ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിക്ക് ഒരു പെറ്റീഷൻ കൊടുത്തു. എന്താ മീൻസ് കിങ്ങിൻ്റെ ഇങ്ങനെയുള്ള കിങ് നോട്ട് ടു എൻഫോഴ്സ് എ ഡിക്ലറേഷൻ ഇൻ ദ ചർച്ച്. അപ്പം എന്താണ് കിങ് അവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നയരഹിതമായിട്ടുള്ളൊരു ഇത് എന്താണ് അദ്ദേഹത്തിന് മരണത്തിന് മുമ്പിൽ മുട്ടുകുത്തപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മേരി ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. അവളുടെ ഭർത്താവും ഒരു പ്രൊട്ടസ്റ്റൻ്റ് ലീഡറായിരുന്നു, വില്യം ഓഫ് ഓറഞ്ച്. At this juncture, a son was born to his wife Mary of Modena, upsetting the prospects of Mary becoming the queen in future. The country could not bear James III, who would be another Roman Catholic. So 7 persons requested William Orange to save the country from the arbitrary rule of the king and the Roman Catholic menace. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മോഡേണിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള മേരിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. അപ്പോൾ എന്താ മേരി ആയിരിക്കും ക്യൂനാവുക. അതേപോലെ തന്നെ ജെയിംസ് മൂന്നാമൻ ഭരിക്കുകയാണെങ്കിൽ എന്താണ് ഒരു റോമൻ കത്തോലിക്കനാണ്. അപ്പം അവരുടെ അവസ്ഥ കഷ്ടമാവുമെന്ന് തോന്നിയിട്ട് ഈ 7 പേരും കൂടെ എന്തായതോ വില്യം ഓറഞ്ചിൻ്റെ അടുത്ത് രാജ്യത്തിനെ രക്ഷിക്കാനായിട്ട് പറഞ്ഞു. റോമൻ കാത്തോലിക് ബിലീഫല്ലേ അവർക്ക്, അത് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അവരും ടോറീസും ഇൻക്ലൂഡഡ് ബോത്ത് ടോറീസ് ആൻഡ് വിഗ്സ്. അപ്പോൾ ഈ 7 പേരും ടോറീസിലും വിഗ്സിലും പെട്ട ആൾക്കാരായിരുന്നു. വില്യം ഓഫ് ഓറഞ്ച് റെഡിലി ആക്സെപ്റ്റഡ് ദ ഇൻവിറ്റേഷൻ. അപ്പോൾ വില്യം ആ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തു. ഈ എൻറ്റേർഡ് ഇംഗ്ലണ്ട്, പീപ്പിൾ വർ ഫ്രണ്ട്ലി. അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്നു. മീൻസ് ജനങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. When Charles knew of these secret activities, it was too late for him to take defensive measures. ചാൾസ് ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. അദ്ദേഹത്തിന് ഡിഫെൻസീവ് മെഷേഴ്സ് ഒന്നും എടുക്കാനുള്ള ഒരു ചാൻസ് ഒന്നും കിട്ടിയില്ല. He marched with his army, but he was betrayed by his commander and escaped to France. With the flight of the king, the parliament nominated William and Mary as joint sovereigns, but the government was given to William alone. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമാൻഡർ ഒറ്റ കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രാൻസിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് രാജാവ് പോയതുകൊണ്ട് പാർലമെൻറ്റ് എന്ത് ചെയ്തു, വില്യമിനെയും മേരിനെയും ആയിട്ട് ഭരിക്കാനായിട്ട് പരമാധികാരം കൊടുത്തു. The glorious revolution was peaceful in its nature happened thus. The glory of the glorious revolution was due for bloodless way in which it was carried on. There was no bloodshed, no massacre. അപ്പോൾ ഒരു രക്തച്ചൊരിച്ചിലോ കൂട്ടക്കൊലയോ ഒന്നും ഇല്ലാതെ തന്നെ അവർ ഭരണത്തിൽ വന്നു. The revolution brought the power politics between the king and the parliament to close. The divine right theory was put in cold storage. Freedom of worship was granted for the Englishmen. അപ്പോൾ ഇംഗ്ലീഷ്മെന്നൊക്കെ വർഷിപ്പ് ചെയ്യാനുള്ള ഫ്രീഡമൊക്കെ കൊടുത്തു. റിലീജിയസ് പെർസിക്യൂഷൻ എൻഡഡ്. അപ്പോൾ ആ റിലീജിയസ് പെർസിക്യൂഷനൊക്കെ അവസാനിച്ചു. അതുപോലെ തന്നെ വിത്ത് പീസ് ഇൻ സിവിൽ ലൈഫ്, ഇംഗ്ലണ്ട് വൺസ് അഗെയിൻ ക്യാപ്ചർ പവർഫുൾ പൊസിഷൻ ഇൻ യൂറോപ്യൻ പോളിറ്റീസ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ള സിവിൽ ലൈഫ് മൂലം ഇംഗ്ലണ്ട് ഒരിക്കൽ കൂടി ഒരു യൂറോപ്യൻ പോളിറ്റീസിലൊരു പവർഫുൾ പൊസിഷനിലേക്ക് എത്തി. The age of Queen Anne. Queen Anne ruled from 1702 to 1714. It was a golden age. It was a period of great prosperity. Industry, agriculture and commerce continued to prosper. Only during the last 3 years of her reign were signs of distress and discontent. This prosperity and content that prevailed all over the country was due to good harvest and cheap goods. English agriculture had improved. Wheat was the most important food. Rye, barley and oats came next in the importance. അപ്പോൾ ക്യൂൻ ആൻ റൂൾ ചെയ്തത് 1702 തൊട്ട് 1714 കാലഘട്ടത്തിലാണ്. അതിനെയാണ് ഗോൾഡൻ ഏജ് എന്നാണ് ആ കാലഘട്ടത്തിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആളുകൾക്കൊക്കെ നല്ല രീതിയിലുള്ളൊരു ജീവിതമായിരുന്നു അന്ന്. ഇൻഡസ്ട്രി, അഗ്രികൾച്ചറും കൊമേഴ്സും ഒക്കെ വളരെ പ്രോസ്പെരിറ്റിയിലേക്ക് വന്നു. അവർ ഭരിച്ചിട്ടുള്ള അവസാനത്തെ ആ 3 വർഷ കാലഘട്ടമാണ് ഡിസ്ട്രസിൻ്റെയും ഡിസ്കണ്ടൻ്റെയും ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു പ്രോസ്പെരിറ്റി എന്താണ്, നല്ല ഹാർവെസ്റ്റ് ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ആളുകളിൽ ലഭ്യമാക്കി, അഗ്രികൾച്ചറൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ വീറ്റായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ്. പിന്നീട് അതിനുശേഷം ബാർലി, ഓട്സും ഒക്കെ അതിനൊക്കെ പ്രാധാന്യം ലഭിച്ചു. The social hierarchy consisted of the duke, the squire, the yeoman, freeholder and the tenant. And the dukes were rich. The squire had income of 200 or 300 pounds and had to pay tax. The yeoman formed 1/8 of the population and the tenant farmer were little in number. The freeholder had a vote for parliament and the tenant farmer had no vote. അപ്പോൾ എന്താണ് ഈ ഒരു സോഷ്യൽ മീൻസ് ഈ ഒരു അധികാരക്രമത്തിൽ ഡ്യൂക്ക് പറഞ്ഞാൽ പ്രഭു, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജന്മി, യോമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുടിയൻ, ഫ്രീ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടെനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകക്കാരനായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഫ്രീ ഹോൾഡർ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്ഥലമുള്ളവർ. അപ്പോൾ ഈ സ്ക്വയറിന് ഡ്യൂക്കൊക്കെ വളരെ പണക്കാരായിരുന്നു. അതുപോലെ സ്ക്വയറിന് 100 to 300 പൗണ്ട്സൊക്കെ കിട്ടും. അപ്പോൾ അവർ ടാക്സൊക്കെ അടയ്ക്കണമായിരുന്നു. യോമാനായിരുന്നു ഒരു 1/8 ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടെനൻറ്റ് ഫാമേഴ്സൊക്കെ വളരെ കുറവായിരുന്നു. ഫ്രീ ഹോൾഡറിന് വോട്ടിംഗ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു, ഫാമേഴ്സിന് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല, ടെനൻറ്റ് ഫാമേഴ്സിന്. ദർ വർ കൺസിഡറബിൾ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ മാറ്റർ ഓഫ് ഹൗസ് ബിൽഡിംഗ് ആൻഡ് ഹൗസ് ഡെക്കറേഷൻ. ദ ഹൗസസ് വർ ഫർണിഷ്ഡ് വിത്ത് ഫൈൻ ഫർണിച്ചർ. അപ്പം ഹൗസ് ബിൽഡിങ്ങിലും ഹൗസ് ഡെക്കറേഷനിലും ഒക്കെ വളരെ ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഹൗസസൊക്കെ നല്ല ഫർണിച്ചറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ആയിരുന്നു. In Queen Anne's reign, it was not yet time to appreciate the value of good education. A gentleman was satisfied with spending 1% of his income for his children's education. അപ്പോൾ ക്യൂൻ ആൻഡ് റെയിൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ വാല്യൂവിനെ അപ്രീഷിയേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് എഡ്യൂക്കേഷൻ. അത് വാല്യൂവിനെ എഡ്യൂക്കേഷൻ്റെ വാല്യൂവിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ടൈം മാത്രമായിരുന്നില്ല. അത് ഇപ്പം നല്ല പണമുള്ള ആളുകൾ അവരുടെ ഇൻകമിൻ്റെ ഒരു 1% കുട്ടികളുടെ എഡ്യൂക്കേഷനായിട്ട് മാറ്റി വയ്ക്കുകയായിരുന്നു. അതുപോലെ തന്നെ ദർ വർ ഫോർ പബ്ലിക് സ്കൂളുകൾ ഉണ്ടായിരുന്നു. In early part of 18th country, most of the marriages were arranged by the parents. Arranged marriages ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. Runaway marriages were also common and there was love marriage. Divorce was unknown. പിന്നെ ഓടിപ്പോയിട്ടുള്ള കല്യാണങ്ങളും അതുപോലെ തന്നെ ലവ് മാരേജൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഡിവോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. Drunkenness was acknowledged national vice of Englishmen of all classes, and the vice was gambling. Tobacco smoking was a common habit. A very harmful vice among gentlemen was dwelling. Sports and pastimes were considered relaxation of the people. Primitive kind of cricket, football, cockfighting were watched by thousands of people. The roads were in bad condition because of adequate administrative machinery, and the most important industries were coal printing and cloth making. അപ്പോൾ ഈ മദ്യപാനം ആളുകൾക്കിടയിലുണ്ടായിരുന്ന ഒരു ദുശീലമായിരുന്നു. അതുപോലെ തന്നെ ഒന്നായിരുന്നു ടൊബാക്കോ സ്മോക്ക് ചെയ്യുന്നത്. പിന്നെ ഡ്വെല്ലിങ്, മല്ലയുദ്ധം, ഇതൊക്കെ അവരുടെ ഇടയിലുണ്ടായിരുന്ന ദുശീലങ്ങളായിരുന്നു. പിന്നെ സ്പോർട്സൊക്കെ ആയിരുന്നു ആളുകൾക്ക് റിലാക്സേഷൻ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, കോക്ക് ഫൈറ്റ്, ഇതൊക്കെ ആളുകൾ കാണുമായിരുന്നു. അതുപോലെ തന്നെ റോഡിൻ്റെ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. മെഷീനറീൻ്റെയൊക്കെ കുറവ് മൂലമായിരുന്നു അത്. പിന്നെ കോൾ പ്രിൻറ്റിങ്ങും ക്ലോത്ത് മേക്കിങ്ങും ആയിരുന്നു പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. Coffee drinking was common habit at least among the wealthier classes. From the reign of Charles II, the coffee house was center of social life. In Queen Anne's time, there were 500 coffee houses in the city of London. അപ്പോൾ ഈ കാപ്പിക്കുടി ആളുകൾക്ക് ഇടയിൽ മീൻസ് വെൽത്തിയർ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ഒരു കോമൺ ഹാബിറ്റായി മാറി. ചാൾസ് രണ്ടാമൻ്റെ കാലത്ത് അത് കോഫി ഹൗസ് എന്ന് പറയുന്ന സോഷ്യൽ ലൈഫിൻ്റെ ഒരു സെൻറ്ററായിരുന്നു. ക്യൂൻ ആൻ്റെ സമയത്ത് 500ഓളം കോഫി ഹൗസസ് ലണ്ടൻ സിറ്റിയിലുണ്ടായിരുന്നു. The Tories, Whigs and the clergymen, litterarymen, businessmen and other groups had their separate coffee houses. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സെപ്പറേറ്റ് കോഫി ഹൗസസ് ഉണ്ടായിരുന്നു. The religious activities consisted of establishment of many religious societies and charity school. അപ്പോൾ ഈ റിലീജിയസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റിലീജിയസ് സൊസൈറ്റിയും അതുപോലെ ചാരിറ്റി സ്കൂളൊക്കെ തുടങ്ങാനായിട്ടുള്ള കാരണമായി. The prime object was to promote a Christian life. അപ്പോൾ അതിൻ്റെ പ്രൈം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്
ക്രിസ്ത്യൻ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി വാസ് റെഫോർമേഷൻ ഓഫ് മാനേഴ്സ് വേർ ആർട്ടിക്കിൾസ് വെർ അഗെയിൻസ്റ്റ് ഡ്രങ്കനസ് ആൻഡ് പബ്ലിക് ഇൻഡിസെൻസി. ലണ്ടൻ ദ ഗ്രേറ്റസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് വാസ് ദ സെൻറ്റർ ഓഫ് ബിസിനസ്. ലണ്ടൻ എന്താണ് ബിസിനസ്സിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാറി. ദ ലോവർ സ്ട്രാറ്റ ലിവ്ഡ് വിത്തൗട്ട് സാനിറ്റേഷൻ ഇൻ ലണ്ടൻ. അപ്പം ലോവർ ഇതിലുള്ള ആളുകൾക്കൊന്നും മീൻസ് നല്ല വലിയ വൃത്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ദ കോർട്ട് ലോസ്റ്റ് ഇറ്റ്സ് ഗ്ലാമർ താങ്ക്സ് ടു ചേഞ്ച് സ്പിരിറ്റ് ഓഫ് ടൈം. ഇൻ എയ്റ്റീൻ കൺട്രി പാട്രണേജ് വാസ് സോട്ട് നോട്ട് ഇൻ കോർട്ട് ബട്ട് ഇൻ ദ പാർലമെൻറ്റ്. അപ്പോൾ കൺട്രി പാട്രണേജൊക്കെ കോർട്ടിലല്ലായിരുന്നു, പാർലമെൻറ്റിലായിരുന്നു സോർട്ട് ഔട്ട് ചെയ്തിരുന്നത്. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 2 എന്താണ് യൂണിറ്റ് 2 സിവിൽ വാർ ആൻഡ് ക്രോംവെല്ലിയൻ റെവല്യൂഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.